ഹലോ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമുക്ക് റോബസ്റ്റ് കായ കൊണ്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി ആയാലോ. അതിനായി റോബസ്റ്റ് കായ ഇതുപോലെ കട്ടിയുള്ള ഭാഗങ്ങൾ ചെത്തിയെടുത്ത് ബാക്കി തോലോട് കൂടി തന്നെ അരിഞ്ഞെടുക്കാം. അധികം ചെറുതും വലുതുമല്ലാത്ത കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. വളരെ ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ റോബസ്റ്റ് കായ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകും. അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ നന്നായി കഴുകിയെടുക്കാം. ഇതിന് ചെറിയ കറ പോലെ ഉണ്ടാകും. അതെല്ലാം നന്നായി വൃത്തിയായി കഴുകിക്കളയാം. ഇനി ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി തീർന്നതിന് ശേഷം വെളുത്തുള്ളി ചതച്ചതും ചെറിയ ഉള്ളി ചതച്ചതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ എല്ലാം പച്ചമണം മാറി നല്ല ഗോൾഡൻ നിറമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് ചതച്ച മുളക്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ചുവന്ന മുളകിന് പകരം കാന്താരി മുളകുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടെ നന്നായിരിക്കും. മഞ്ഞൾപ്പൊടിയും മുളകും ചേർത്ത് 2 സെക്കൻഡ് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും അല്പം വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് 1-2 തവണ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതുമായ റോബസ്റ്റ് കായ മെഴുക്ക് പുരട്ടി ഇവിടെ തയ്യാറായി. നിങ്ങൾ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.